നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. ആലപ്പുഴ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്ത നാട്. പുന്നപ്ര വയലാർ സമരഭൂമിക. പ്രമുഖരായ ഒട്ടനവധി നേതാക്കളെ സമ്മാനിച്ച മണ്ണ്. ഇന്ന് ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര ആലപ്പുഴയിലെ പ്രമുഖമായ 4 മണ്ഡലങ്ങളിലൂടെയാണ്. കാലാകാലങ്ങളായി ആലപ്പുഴ ജില്ല ഇടതു മുന്നണിയുടെ ഉറച്ച കോട്ടകളിലൊന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 മണ്ഡലങ്ങളിൽ 8 ജയിച്ച ഇടതു മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത തിരിച്ചടിയാണ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ആകെ കണ്ട വലതു തരംഗം ആലപ്പുഴയിൽ അത്ര കണ്ട് പ്രതിഫലിച്ചിട്ടില്ല. എങ്കിലും BJPക്ക് വലിയ മുന്നേറ്റമാണ് ജില്ലയിൽ ഉണ്ടായത്. ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം ഇഴകീരി പരിശോധിക്കാൻ ഇന്ന് ഇലക്ഷൻ ഹെറാൾഡിൽ നമുക്കൊപ്പം ചേർന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജോർജ് പൊടിപ്പാറയും രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളുമാണ്. ഇരുവർക്കും സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ഒപ്പം ഓരോ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. നമുക്കിന്ന് ആദ്യം പോകേണ്ടത് ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്കാണ്. ഐക്യ കേരളം രൂപപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ നടന്ന 17 തെരഞ്ഞെടുപ്പുകളിലും ചെങ്ങന്നൂർ മണ്ഡലം സ്ഥിരമായി ആരോടും കൂറു പുലർത്താത്ത മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊരു തിരുത്തിന്റെ 1/4 നൂറ്റാണ്ടുമുണ്ട്. കൈപ്പത്തി മാത്രം ജയിച്ചു കയറിയ 25 വർഷങ്ങൾ. 1991 മുതൽ 2016 വരെ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. ഇന്ന് ഇടതു മുന്നണിക്കൊപ്പമുള്ള ശോഭന ജോർജ് 3 തവണയും നിലവിലെ കുണ്ടറ MLA PC വിഷ്ണുനാഥ് 2 തവണയും ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ചു കയറി. ഇനി നമുക്ക് പോകാം കണക്കുകളിലേക്ക്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് നമുക്കറിയാവുന്നതുപോലെ സജി ചെറിയാനാണ്. അന്നവിടെ LDFന് ലഭിച്ച വോട്ടുകൾ 71,502 വോട്ടുകളാണ് ലഭിച്ചത്. 48.8% സജി ചെറിയാന്റെ വോട്ട് ഷെയർ. M മുരളിക്ക് അവിടെ ലഭിച്ചത് UDFന്റെ കാൻഡിഡേറ്റ് ലഭിച്ചത് 39,409 വോട്ടുകൾ, 26.9%. MV ഗോപകുമാർ ആയിരുന്നു അവിടെ NDയുടെ സ്ഥാനാർത്ഥി. 34,620 വോട്ടുകൾ, 23.3% കണക്ക്. ഭൂരിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കണം. 32,093 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷമാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. ഇനി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 എന്ത് സംഭവിച്ചെന്ന് നോക്കുമ്പോൾ 2024 കണക്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ ലഭിച്ചത് 49,031 വോട്ടുകളാണ്, 39.21%. CA അരുൺകുമാറിന് ലഭിച്ചതാകട്ടെ 47,393 വോട്ടുകൾ, 37.9%. ബൈജു കലാശാലയ്ക്ക് ലഭിച്ചത് 25,424 വോട്ടുകൾ, 20.33% അവിടെ NDAക്ക് ലഭിച്ചത്. ലീഡ് വന്നത് 1,638 എന്നുള്ളത് മാത്രമാണ്. ഇനി ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് ചിത്രമാണ് ചെങ്ങന്നൂരിൽ നോക്കിയാൽ? ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പുറമെ 10 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ NDA അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു കാര്യമാണ്. 5 ഗ്രാമപഞ്ചായത്തുകൾ അവിടെ NDA നേടി എന്നുള്ളതാണ്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി UDFനൊപ്പമാണ്. അവിടുത്തെ കക്ഷി നില കൂടി പരിശോധിക്കുമ്പോൾ UDFന് 13, LDFന് 5, NDAക്ക് 6, മറ്റുള്ളവർക്ക് 3 എന്നിങ്ങനെയാണ്. 2020 അവിടെ UDF ഭരണം തന്നെ ആയിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ 2025 ഗ്രാമപഞ്ചായത്തുകൾ അവിടെ 10 ഉള്ളതിൽ NDAക്ക് 5, LDFന് 3, UDFന് 2 എന്നുള്ളതാണ് കണക്ക്. അതേതൊക്കെയാണെന്ന് വിശദമായി നോക്കുമ്പോൾ ആല, ബുധനൂർ, തിരുവൻവണ്ടൂർ, തൃപ്പരുന്തുറ, അത് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത് കൂടിയാണ്. പാണ്ടനാട് എന്നീ പഞ്ചായത്തുകൾ NDAക്ക് ഒപ്പമാണ്. ഇതിൽ പാണ്ടനാട് ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളും LDFിൽ നിന്ന് പിടിച്ചെടുത്തവയാണ് NDA. ഇതോടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നത് NDA ആണ്. ഇനി LDFിനൊപ്പമുള്ളത് 3 പഞ്ചായത്തുകളാണ്. മാന്നാർ, മുളക്കുഴ, വെൺമണി എന്നിവയാണ് LDFിനൊപ്പം നിൽക്കുന്നത്. UDFിന് അവിടെ ചെറിയ രീതിയിൽ മാത്രമാണ് പ്രാതിനിധ്യമുള്ളത്. ചെറിയനാട്, പുലിയൂർ എന്നീ പഞ്ചായത്തുകളാണ് UDFന് ഒപ്പം നിൽക്കുന്നത്. ഇതാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ ഒരു വിശദമായ രൂപം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി നമുക്ക് അതിഥികളിലേക്ക് വിശദമായ ഒരു വിശകലനം നടത്തേണ്ട ആവശ്യമുണ്ട്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ ആരിലേക്ക് തിരിയും, അല്ലെങ്കിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, 2018 21 വലിയ രീതിയിൽ സജി ചെറിയാൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചു വന്നൊരു ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളൊരു പൊതു സ്വീകാര്യത എന്ന് പറയുന്ന ഒരു മറ്റൊരു ഘടകവും അവിടെ
പോസിറ്റീവായ വശങ്ങളായി നിൽക്കുമ്പോൾ തന്നെ NDAയുടെ ഈ കടന്നുകയറ്റം നമ്മൾ ഇതിലൂടെ കടന്നു വരുമ്പോൾ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള NDAയുടെ കടന്നുകയറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ രീതിക്കൊരു തിരിച്ചടി തന്നെ LDFന് അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകളിലൂടെ ഒക്കെ വരുമ്പോൾ കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ഈസി വാക്ക് ഓവർ ഇത്തവണ ചെങ്ങന്നൂരിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കണക്കുകൾക്കപ്പുറത്ത് ചെങ്ങന്നൂർ മണ്ഡലത്തിന് ഒരു പൊതുവായ രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ആ മണ്ഡലം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപന കാലത്ത് KR സരസ്വതി അമ്മ അവിടെ നിന്ന് ജയിച്ചു വന്നതോടെയാണ്. പിന്നീട് അവിടെ മാറി മാറി പലരും ജയിച്ചു വന്നിട്ടുണ്ട്. LDFിൻ്റെ കയ്യിലും UDFിൻ്റെ കയ്യിലും അത് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ്. സജി ചെറിയാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും ഇപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ചെങ്ങന്നൂർ എന്നത് രാഷ്ട്രീയ സ്വഭാവമുള്ള മണ്ഡലമാണ്. സജി ചെറിയാൻ ഒരു വിവാദ പ്രസ്താവന കാസർഗോഡ് നടത്തുകയുണ്ടായാലും കാസർഗോഡിനെ അടിസ്ഥാനമാക്കി ജയിക്കുന്നയാളുടെ പേര് നോക്കിയാൽ ആ മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്ന്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അവിടെ എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ജയിച്ചു വരുന്നുണ്ട്. അവിടെ അതൊരു രാഷ്ട്രീയ മണ്ഡലം എന്ന് പറഞ്ഞത് രാഷ്ട്രീയമായ വിജയം തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരികയും വർത്തമാനത്തിൽ നിന്ന് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ മന്ത്രി എന്ന നിലയിൽ പൊതു സ്വീകാര്യത കൈവരിച്ചതുമായ ഒരാളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ തന്നെ ആയിരിക്കണം അവിടെ ഇക്കുറിയും LDF സ്ഥാനാർത്ഥി എന്ന് ഞാൻ കരുതാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അങ്ങനെയാണെങ്കിൽ സജി ചെറിയാനെ പരാജയപ്പെടുത്തേണ്ട കാര്യം എന്ത്? അങ്ങനെ ഒരു അവസ്ഥ അവിടെ കാണുന്നില്ല, രാഷ്ട്രീയമായ അവസ്ഥ കാണുന്നില്ല. അതുകൊണ്ട് ഇത്തവണയും സജി ചെറിയാൻ അദ്ദേഹത്തിനെതിരെയുള്ള പല വിവാദങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൻ്റെ പൊതുവായ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ LDF സ്ഥാനാർത്ഥിയായി ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഇതേ ചോദ്യം തന്നെ അങ്ങയിലേക്കും തന്നെ വരികയാണ്. ഇത്രയധികം ഈസി വാക്ക് ഓവർ ആയിരിക്കും, അതായത് അവിടെ ജയിച്ചു കയറും എന്നുള്ളത് അവിടെ നിൽക്കെ തന്നെ ഇത്രയധികം ഭൂരിപക്ഷം മുൻപ് ഉണ്ടാക്കിയതാണ്. ആ നിലയ്ക്ക് തന്നെ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകുമോ? ഈ വിവാദ പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി കേട്ട പരാമർശം, അതല്ലാതെ മന്ത്രിസ്ഥാനം തന്നെ മാറിപ്പോയ മറ്റു പരാമർശങ്ങൾ അതിന് പിന്നാലെ പുറകിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കിയിലൊക്കെ ചർച്ച ചെയ്ത പോലെ ഉടുമ്പൻചോലക്കാർ MM മണിയെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ആ നിലയ്ക്കൊരു സ്വീകാര്യത സജി ചെറിയാൻ ചെങ്ങന്നൂരുകാർ നൽകുമോ? ഏത് നിലയ്ക്കാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായി ശരിയാണ്. അതായത് ചെങ്ങന്നൂരിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെയൊക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് 2 തവണ ശ്രീ സജി ചെറിയാൻ അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളൊന്നോട് കൂടിയിട്ടാണ് സജി ചെറിയാൻ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. മാത്രമല്ല അദ്ദേഹം പൊതു സ്വീകാര്യതയുള്ള, മണ്ഡലത്തിന് വളരെ താല്പര്യമുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിന് പ്രിയങ്കരനായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ, ഭരണഘടനയെ സംബന്ധിച്ച് പറഞ്ഞ കുന്തം കുടച്ചക്രം എന്നൊക്കെ വിശേഷിപ്പിച്ചതും, ഏറ്റവും ഒടുവിൽ വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP ജനറൽ സെക്രട്ടറിയുടെ പരാമർശങ്ങളോട് ചേർന്ന് പോകുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങളും വലിയ ചർച്ചയായി. അതായത് ആ വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാൾ എന്നൊരു പേരുദോഷം അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഉണ്ട്. അതല്ല പ്രശ്നം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ സ്വീകാര്യതയോടുകൂടി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. അന്നേരം മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, അതൊരു UDFന് ഏറ്റവും വിരുദ്ധമായ അല്ലെങ്കിൽ LDF തരംഗം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചൊരു സമയത്താണ്. ഏതാണ്ട് 100 സീറ്റുകളോളം LDFന് കിട്ടിയ ആ തെരഞ്ഞെടുപ്പ്. ആ ചെങ്ങന്നൂർ പോലുള്ള ഒരു സുരക്ഷിത മണ്ഡലത്തിൽ പൊതു സ്വീകാര്യതയുള്ള, എല്ലാവർക്കും താല്പര്യമുള്ള സജി ചെറിയാൻ വിജയിച്ചു കയറി. അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡൊന്നും ഇല്ലെങ്കിലും അവിടെ UDF ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു. ഈ പറഞ്ഞ പോലെ അവിടെ ലീഡ് കിട്ടിയത് UDFനാണ്, KC വേണുഗോപാലിനാണ്, അതോ കൊടിക്കുന്നിൽ സുരേഷിനാണോ?
എന്ന് തോന്നുന്നു. കൊടിക്കുന്നിൽ സുരേഷിനാണ് ലീഡ് കിട്ടിയെന്ന് തോന്നുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വിലയിരുത്തേണ്ടത്. അതിലേറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്നത് NDA ആ പഞ്ചായത്തുകൾ നോക്കുക. ചെങ്ങന്നൂർ നഗരസഭ UDF പിടിച്ചു, അവിടെ നല്ല ലീഡോടുകൂടി UDF വന്നു. പക്ഷേ LDFനെ കൂടുതൽ അലോസരപ്പെടുത്തേണ്ടത്, അസ്വസ്ഥമാക്കേണ്ടത് ഈ പറഞ്ഞ 10 പഞ്ചായത്തുകളിൽ 5 എണ്ണത്തിൽ NDA വിജയിച്ചു എന്നുള്ളതാണ്. അതിൽ 3 എണ്ണമെങ്കിലും LDFിൽ നിന്ന് NDA പിടിച്ചെടുത്തതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈവൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ആ തൃപ്പരിന്തറയിൽ പോലും, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള ഹരിപ്പാടിൽ ഉൾപ്പെട്ട തൃപ്പരിന്തറയിൽ പോലും LDF വലിയ നേട്ടമുണ്ടാക്കി, NDA വലിയ നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ആലപ്പുഴ ജില്ലയിൽ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ NDAയുടെ ഒരു വമ്പൻ വരവ് ആണ് നമ്മൾ കാണുന്നത്. അത് ആരെയും UDFനെയും LDFനെയും ഒരുപോലെ അസ്വസ്ഥമാക്കേണ്ട, അമ്പരപ്പിക്കുന്ന ഒരു വരവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ NDA നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ NDAയുടെ ഒരു പ്രകടനം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. 24% അപ്പുറത്തേക്കൊക്കെയാണ് പലപ്പോഴും അവരുടെ വോട്ട് വിഹിതം കയറിപ്പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു സജി ചെറിയാന് പൊതുവിൽ ഒരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിന് മണ്ഡലത്തോട് വളരെ വൈകാരികമായൊരു അടുപ്പമുണ്ട്. അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്കും കുറേ കാലമായിട്ട് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയോ പോലും ഫലമല്ല. ഒരുപക്ഷെ വളരെ ഒരു എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ കളമാണ് ചെങ്ങന്നൂർ അരങ്ങേറുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആലപ്പുഴയുടെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ തട്ട് കിട്ടിയ, വലിയ തട്ടുകേട് LDFന് ഇല്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ എന്നത് അംഗീകരിക്കാമെങ്കിൽ പോലും LDF അങ്ങനെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാവുന്ന ഒരു ഫലമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും സജി ചെറിയാനെ കാത്തിരിക്കുന്നത് വളരെ കടുത്ത ഒരു മത്സരമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു യുവ നേതാവ് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ചെങ്ങന്നൂരിൽ വന്ന് മത്സരിച്ചാൽ ഒരുപക്ഷെ സജി ചെറിയാൻ നല്ലവണ്ണം വിയർക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ അടക്കം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന തരത്തിൽ തന്നെ അവർ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. 2021 കണക്ക് വെച്ച് നോക്കുമ്പോൾ UDFുമായിട്ട് കേവലം ഒരു 4% വ്യത്യാസം മാത്രം, അതായത് 2ാം സ്ഥാനവുമായി 4% വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ കാണുന്നത് പോലെ വലിയൊരു മുന്നേറ്റം, അതും LDF കോട്ടകളിൽ അടക്കം പിടിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നുമുണ്ട്. തീർച്ചയായും 2ാം സ്ഥാനത്തേക്ക് NDA അവിടെ എത്തുമെന്നും ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ സജി ചെറിയാൻ അത് വലിയ രീതിയിൽ വെല്ലുവിളിയാകും എന്നുമാണോ താങ്കളും വിശ്വസിക്കുന്നത്? അല്ലെ, എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. സജി ചെറിയാൻ തന്നെയായിരിക്കും അവിടെ LDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ അത് അങ്ങനെ തന്നെ സംഭവിക്കും. സാധ്യത മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ സജി ചെറിയാൻ വളരെ അനായാസം അവിടെ ഒരു വിജയം, താൻ മുമ്പ് കൈവരിച്ചിട്ടുള്ള വിജയം, ആ വിജയഗാഥ അത് ആവർത്തിക്കും എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവിടെ എമർജ് ചെയ്ത് വരുന്നുണ്ട്. ശ്രീ പൊടിപാറ അക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. വാസ്തവത്തിൽ ഇത്തരം ചർച്ചകളിൽ നമ്മൾ അങ്ങനെ ഒരു മുൻകരുതലിനെ കുറിച്ച് സ്ഥാനാർത്ഥികളെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഒരു കരുത്തരായ സ്ഥാനാർത്ഥി വന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ, പരിവർത്തന സമവാക്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്ന തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളെ കൂടി പറയുകയുണ്ടായി. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നന്നായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ജയിക്കൂ എന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. സജി ചെറിയാന് അതിന് പ്രാപ്തിയുള്ള വ്യക്തിയാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂർ നിവാസികൾക്ക് പ്രിയങ്കരനാണ്. പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ വാവിട്ടുള്ള നിലവിളി പോലും അവരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒന്നായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് മത്സരിക്കേണ്ടതെന്നും എങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടതെന്നും അറിയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ പറയാവുന്ന 2 മൈനസ് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഒന്ന്, ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ പരാമർശം, കുന്തം കുടച്ചക്രം എന്നൊക്കെയുള്ളത്, അതിന് എന്ത് ന്യായം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും അന്ന് ഭരണഘടനാ സംരക്ഷണ പരിപാടികൾ CPMൻ്റെ ഔദ്യോഗിക പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു മച്ചുവർ ആയ രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചതുമല്ല. പക്ഷേ ആ ഡാമേജ് അവസാനിച്ചു. അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന അത്
ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായല്ലോ, വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിച്ചു പോകുന്ന ഒരു പ്രസ്താവന. അതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെങ്ങന്നൂരിലെ വോട്ടർമാർ ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധങ്ങളായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനപ്പുറത്തേക്ക് ധാരാളം പോസിറ്റീവായ പ്ലസ് പോയിന്റ്സ് ഉള്ള സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ശ്രീ സജി ചെറിയാൻ. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഈ UDF ഇവിടെ നില മെച്ചപ്പെടുത്താൻ ഏത് നിലയ്ക്ക് കഴിയും? അവരെത്രത്തോളം ഉയർത്താലാണ് ഈ ഒരു വലിയൊരു ആശങ്ക? അത് ആലപ്പുഴ ജില്ലയിൽ മുഴുവനായി ഉണ്ട്. ആ നിലയ്ക്ക് കാര്യങ്ങൾ UDF കാര്യങ്ങൾ പറ്റുക ഏത് നിലയ്ക്കായിരിക്കും? സജി ചെറിയാനെ പോലെ ശക്തനായ മണ്ഡലത്തിൽ വളരെയധികം വേരുകൾ പടർത്തിയിട്ടുള്ള പൊതുവിൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നേരിടുമ്പോൾ അദ്ദേഹത്തിനോട് കിടനിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിനോടൊപ്പം തലപ്പൊക്കമുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെ UDF കണ്ടെത്തേണ്ടി വരും. പ്രത്യേകിച്ചും CPM വിരുദ്ധ വോട്ടുകൾ ആലപ്പുഴയ്ക്ക് നമുക്കറിയാമല്ലോ, എന്നും ഒരു ഇടതുപക്ഷ മുഖമുള്ള സമരപുളകങ്ങളുടെ സിന്ദൂരമാലകൾ നെഞ്ചോട് ചേർക്കുന്നൊരു ജില്ലയാണ്. ആ ജില്ലയുടെ ഒരു പശ്ചാത്തലം, ആ ചുവപ്പ് പശ്ചാത്തലം നമുക്ക് അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ചെങ്ങന്നൂർ ആലപ്പുഴയുടെ മെയിൻ സ്ട്രീം ഏരിയ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ പല കാലങ്ങളിലും ഒരല്പം വലതുപക്ഷ ചായവും ഇടയ്ക്കിടയ്ക്ക് ശോഭന ജോർജിനെ പോലെയും അതുപോലെ തന്നെ ഇപ്പോൾ കുണ്ടറയിൽ നിന്ന് ജയിച്ച, പെട്ടെന്ന് ഞാൻ ആ പേര് മറന്നുപോയി, അദ്ദേഹമൊക്കെ 2 തവണ ജയിച്ച സ്ഥലമാണ്. അപ്പോൾ ചെങ്ങന്നൂരിന് അങ്ങനെ സ്ഥായിയായ ഒരു ചുവപ്പ് രാശിയൊന്നുമില്ല. പലപ്പോഴും കോൺഗ്രസിനെയും വളരെ സ്വീകാര്യതയോടെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ സജി ചെറിയാൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമാണ് അമ്പരപ്പിക്കുന്നത്. അന്ന് M മുരളി എന്ന് പറയുന്ന പരിചയസമ്പന്നനായ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റേതെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ നിലം തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതല്ല ഇപ്പോഴത്തെ ഒരവസ്ഥ. മൊത്തം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ എന്താ പറയുക, രാഷ്ട്രീയമായിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ തരംഗം, ആ വേവ് പരിശോധിക്കുമ്പോൾ ആ 2021 അല്ല 2026 എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വാവിട്ട നിലവിളി പ്രളയകാലത്ത് സജി ചെറിയാൻ നടത്തിയത് ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, അവർ ഉൾക്കൊണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ വാവിട്ട വാക്കുകളും മണ്ഡലത്തിൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയും അലോസരമായിട്ടും ഉണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഒരു നേതാവിൽ നിന്ന് ഭരണഘടനയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന, അതുപോലെ തന്നെ വർഗീയത, പച്ച വർഗീയത അദ്ദേഹത്തെ പോലെ ഒരാൾ, അതും സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുന്നതും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വാവിട്ട കരച്ചിൽ ഏറ്റുവാങ്ങുന്ന അതേ ജനം തന്നെ ഈ വാവിട്ട വാക്കുകളും ഏറ്റെടുത്താൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ. പക്ഷേ ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയ കാലാവസ്ഥയാണ്. രണ്ടാമത് UDF അവിടെ ഫീൽഡ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ് ഏതാണ് എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ പണ്ട് UDF പെട്ടിയിൽ മാത്രമായിട്ട് വീഴുന്നൊരു കാലം പോയി. ഇപ്പോൾ വല്ലാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളുടെ വലിയ ഗുണഭോക്താവായി BJP മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ BJP പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയുടെ പെട്ടിയിൽ നിന്നാണ് കൂടുതൽ ഒഴുകിപ്പോകുന്നത് എന്നതും വളരെ നിർണായകമാണ്. സമീപകാല രാഷ്ട്രീയ ചിത്രത്തിൽ ഇപ്പോൾ UDF നിന്ന് ഒഴുകുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ BJP പെട്ടിയിലേക്ക് എത്തുന്നത് LDF പെട്ടിയിൽ നിന്നാണ്, LDF വോട്ട് ബാങ്കിൽ നിന്നാണ് എന്നുള്ളത് ഒരു പ്രവചനം അസാധ്യമാക്കുന്ന ഘടകമായി മാറുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടേ മതിയാവും. തീർച്ചയായും ശ്രീ ജോർജ്, അപ്പോൾ ആ തലത്തിൽ തന്നെ വളരെ വലിയൊരു വിജയം എന്നതിനേക്കപ്പുറം ഒരു പ്രവചനാതീതമായ ചില കാൽക്കുലേഷൻസ് ചെങ്ങന്നൂരിൽ ഇത്തവണ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. NDയുടെ കടന്നുകയറ്റമാണെങ്കിലും UDF ഏത് രീതിയിൽ സ്ഥാനാർത്ഥി നിർത്തും എന്നതടക്കം അങ്ങനെ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നതാകും ഇത്തവണ ചെങ്ങന്നൂരിലെ ഒരു വിധി എന്ന് വരിക എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനി നേരെ ചേർത്തലയിലേക്ക് പോയാൽ ഇടതിനെയും വലതിനെയും മാറി മാറി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കാലം ഇടത് നേതാക്കളാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും KR ഗൗരിയമ്മയാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. AK ആന്റണിയും MK രാഘവനെയും വയലാർ രവിയും CK ചന്ദ്രപ്പനെയും ചേർത്തല ജയിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് 2021 കണക്കിലേക്ക് വരുമ്പോൾ 2021 P പ്രസാദ് അവിടെ നിന്ന് ജയിച്ചു കയറുന്നു. CPIയുടെ P പ്രസാദിന് അവിടെ ലഭിച്ചത് 83,702 വോട്ടുകളാണ്. നോക്കൂ, 47.2% S ശരത്ത് രണ്ടാമതായിട്ട് വരുമ്പോൾ 77,554 വോട്ടുകളാണ് ലഭിച്ചത്. 43.7% വോട്ട്.
ഇനി PS ജ്യോതിസ് ആയിരുന്നു BDGSന്റെ സ്ഥാനാർത്ഥി. 14,562 വോട്ടുകളാണ് ലഭിച്ചത്. 8.2% എന്നുള്ളതായിരുന്നു ഭൂരിപക്ഷം. 6,148 എന്നുള്ളതായിരുന്നു P പ്രസാദ് ലഭിച്ച ഭൂരിപക്ഷം. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നില പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിന് അവിടെ ലഭിച്ചത് 62,701 വോട്ടുകൾ, 37.46%. AM ആരിഫിന് ലഭിച്ചത് 61,858 വോട്ടുകൾ, 36.96% എന്നുള്ളതായിരുന്നു കണക്ക്. ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തെത്തുമ്പോൾ ലഭിച്ചത് 40,474 വോട്ടുകൾ, അതായത് 24.18% അവിടുത്തെ കണക്ക്. ലീഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, 843 എന്നുള്ളത് മാത്രമായിരുന്നു ലീഡ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇനി ചേർത്തല മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് ചേർത്തല അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. ചേർത്തല മുനിസിപ്പാലിറ്റി LDFനോടൊപ്പമാണ്. LDFന് അവിടെ 20, UDFന് 10, NDAക്ക് 4, മറ്റുള്ളവർക്ക് 2 എന്നുള്ളതാണ് അവിടുത്തെ കക്ഷി നിലയായി വരുന്നത്. 2020 അവിടെ LDF ഭരണം തന്നെ ആയിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ 7 എണ്ണമാണ്. അത് LDFന് 4, UDFന് 3 എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കുമ്പോൾ LDFനൊപ്പം നിൽക്കുന്നത് കഞ്ഞിക്കുഴി, മുഖമ, തണ്ണീർമുക്കം, വയലാർ എന്നിവയൊക്കെ LDFനൊപ്പം നിൽക്കുമ്പോൾ UDFനൊപ്പം ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, പട്ടണക്കാട്, ചേർത്തല തെക്ക് മാത്രമാണ് നിൽക്കുന്നത്. അതിൽ പട്ടണക്കാട്, ചേർത്തല തെക്ക് മാത്രമാണ് UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് എന്നുള്ളത്. ചെങ്ങന്നൂരിൽ കണ്ടതുപോലെ വലിയൊരു ഇടത് വിരുദ്ധ തരംഗം ചേർത്തലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. NDAക്കും കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തരംഗത്തിന്റെ വലിയൊരു പ്രതിഫലനം ചേർത്തലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചതുപോലെ വലിയൊരു തരംഗത്തിനകത്ത് ചേർത്തല പെട്ടിട്ടില്ല. അതാണ് ഈ കണക്കുകളിലൂടെ ഒക്കെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കാര്യങ്ങൾ സുഗമമായി മുന്നണികൾക്ക് കൊണ്ടുപോകാൻ പറ്റും. CPIക്ക് അവിടെ ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെ സാധിക്കും എന്നുള്ള പ്രതീക്ഷകൾ വെക്കുന്നതാണോ ഈ കണക്കുകൾ? അല്ല, സാങ്കേതികമായി മാത്രമാണ് ഈ ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയുടെ ഭാഗമാകുന്നത്. ആലപ്പുഴ ജില്ലയുടെ ചരിത്രം, പൈതൃകം, പാരമ്പര്യം ഒന്നും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമല്ല ചെങ്ങന്നൂർ. പക്ഷെ നമ്മൾ ചേർത്തലയിലേക്ക് വരുമ്പോഴോ, നേരത്തെ പൊടിപാറ ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടിയില്ലേ, ആ വിപ്ലവത്തിൻ്റെ പുളകസ്മരണകൾ അലയടിക്കുന്ന ഒരു പ്രദേശം എവിടെ എന്ന് അന്വേഷിച്ചാൽ നമ്മൾ കാണുന്നത്, ചെന്ന് നിൽക്കുന്നത് ചേർത്തലയിലാണ്. പുന്നപ്ര വയലാറിനെയൊക്കെ മറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു ചരിത്രമില്ല. ആ ചേർത്തല എന്ന് പറയുമ്പോൾ AK ആന്റണിയുടെയും വയലാർ രവിയുടെയും കൂടി നാടാണ്. ആ ചേർത്തല അതെന്നും ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം, ഇടതുപക്ഷ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് കാണുമ്പോഴും നമുക്കത് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് ഇടതുപക്ഷത്തോട് മുഖം തിരിക്കാത്ത ഒരു മണ്ഡലം ആലപ്പുഴയിൽ ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് ചേർത്തല തന്നെയാണ്. ഗൗരിയമ്മയുടെയൊക്കെ ചേർത്തല. നമുക്ക് അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് സാമാന്യം തൃപ്തികരമായി, യുക്തിസഹമായി സ്വന്തം കണക്കിൽപ്പെടുത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചേർത്തല. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ ചേർത്തലയെ ആ നിലയ്ക്ക് തന്നെ താങ്കളും ആ നിലയ്ക്ക് തന്നെയാണോ ഇത്തവണ വിലയിരുത്തുന്നത്? അത് മാത്രമല്ല, അവിടെ ഈ ഈഴവ വോട്ടുകളുടെ ഒരു നിർണായകത്വം വലിയൊരു ഘടകമാകുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ചേർത്തലയെക്കുറിച്ച് സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ ആ അഭിപ്രായങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ മഹാരാജന്മാരെ ജയിപ്പിച്ചെടുത്തൊരു മണ്ഡലം ചേർത്തല പോലെ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ നോക്കുക, സാക്ഷാൽ ഗൗരിയമ്മയാണ് ആ മണ്ഡലത്തിൻ്റെ തുടക്കത്തിൽ 2 തവണ ജയിച്ചത്. അതിനുശേഷം നോക്കുമ്പോൾ AK ആന്റണി വിജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വയലാർ രവി വിജയിച്ചിട്ടുണ്ട്, പിന്നെ ചന്ദ്രപ്പൻ CPIയുടെ അതിശക്തൻ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ കേരള രാഷ്ട്രീയ ഭൂമികയിലെ വലിയ നക്ഷത്രങ്ങൾ, ജ്യോതിസുകൾ ജയിച്ചു വന്ന കേരള രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിച്ച മഹാരഥന്മാർ വിജയശ്രീലാളിതരായൊരു മണ്ഡലമാണ് ചേർത്തല. ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന പുന്നപ്ര വയലാർ പോലെയുള്ള ആ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ സമരപ്രളകങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ആലപ്പുഴയുടെ എല്ലാ
എന്താ പറയുക ലക്ഷണയുക്തമായ ആലപ്പുഴയുടെ വിപ്ലവ പാരമ്പര്യത്തിൻ്റെ ചരിത്രം പേറുന്ന ഒരു ലക്ഷണയുക്തമായ മണ്ഡലം എന്ന വിശേഷണത്തിന് അക്ഷരാർത്ഥത്തിൽ ചേർത്തലയ്ക്ക് അർഹതയുണ്ട്. കാരണം അത്രത്തോളം ഇടതു മനസ്സുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ AK ആൻ്റണി ആയാലും വയലാർ രവി ആയാലും ജയിച്ചപ്പോഴെല്ലാം അവരും ഈ ഇടതു മനസ്സ് പേറുന്നവർ തന്നെയായിരുന്നു. അവരുടെ മനസ്സിലും ഇടതുപക്ഷ മനസ്സ്, ഒരുപക്ഷെ നെഹ്റുവിയൻ സോഷ്യലിസം ആയിരിക്കാം കമ്മ്യൂണിസത്തിൻ്റെ സ്ഥാനത്ത്, എങ്കിലും അവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഒരു ഇടതുപക്ഷ മനസ്സ് തന്നെയായിരുന്നു അവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഇടതുപക്ഷ മനസ്സ് പേറുന്ന, ആ ഇടതുപക്ഷ മനസ്സുകളെ മാത്രം നെഞ്ചേറ്റുന്ന, അവരെ മാത്രം അനുഗ്രഹിക്കുന്ന ഒരു പാരമ്പര്യമുള്ള മണ്ഡലമാണ് ചേർത്തല. ഇപ്പോൾ ചേർത്തലയെ പ്രതിനിധീകരിക്കുന്ന പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും എന്താ പറയുക ഏറ്റവും ഡൗൺ ടു എർത്തായിട്ട്, ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായി അവരോട് താതാൽപ്യപ്പെട്ട് ഒരു ജാടയും കാണിക്കാത്ത ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു എന്താ പറയുക ഞാൻ വലിയ സംഭവമാണെന്നൊന്നും ഭാവിക്കാത്ത, പാടത്ത് പണിയെടുക്കുന്ന, തൊടിയിൽ പണിയെടുക്കുന്ന ആ കർഷകൻ്റെ വേദനകളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു നല്ല മനുഷ്യനാണ് P. പ്രസാദ്. അങ്ങനെയുള്ളൊരു മനുഷ്യന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മണ്ഡലത്തിലെ പ്രവർത്തനത്തിൻ്റെയും വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ, ആർക്കും തലവേദനയൊന്നും ഉണ്ടാക്കാതെ, മുന്നണിയോടും പാർട്ടിയോടും വളരെ നന്നായി ഇണങ്ങിപ്പോകുന്ന ഒരു നല്ല മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന ചേർത്തലയിൽ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമൊന്നും കാര്യമായിട്ട് ഉണ്ടാകാത്തത്. പിന്നെ അതിൻ്റെ ഇടതുപക്ഷ പാരമ്പര്യവും. അതുകൊണ്ട് തന്നെ ചേർത്തല നഗരസഭ പതിവ് പോലെ LDFൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ചേർത്തലയിൽ 4-3 ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. ഒരുപക്ഷെ 4 പഞ്ചായത്തുകൾ LDFനുണ്ടെങ്കിലും 3 പഞ്ചായത്തുകളെ UDFനുള്ളൂവെങ്കിലും ഒരുപക്ഷെ വോട്ട് കണക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഏതായാലും അത്ര അനായാസമാകില്ല. കേരളത്തിൽ ഒരിടത്തും ഇക്കുറി മത്സരം അനായാസമാകില്ല. ഇടതുപക്ഷ കോട്ടകളിൽ പോലും ഇക്കുറി വലിയ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, NDAക്ക് ഈ ചേർത്തലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല. മറ്റു പലയിടത്തും നേരത്തെ കണ്ടിടത്തൊക്കെ 24% വരെയൊക്കെ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത് നമ്മൾ കണ്ടു. വേറെ സ്ഥലത്ത് 20% പിടിച്ചത് കണ്ടു. പക്ഷേ ഇവിടെ 8.something BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചെന്നതാണോ കാരണം എന്ന് എനിക്കറിയില്ല. BDJSന് വലിയ സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് ആലപ്പുഴ. കണിച്ചുകുളങ്ങര ആലപ്പുഴ ജില്ലയിലാണല്ലോ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും BDJSനും അതുപോലെ തന്നെ SNDPക്കും ഒക്കെ വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ ജില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അത് വോട്ടിൽ പ്രതിഫലിക്കുന്നില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതൊരു പക്ഷേ ചേർത്തല മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സുകൊണ്ടാകാം. അങ്ങനെയൊന്നും മറ്റ് ഈ രാഷ്ട്രീയത്തോടല്ലാതെ മറ്റ് ഘടകങ്ങളോട്, വർഗീയതയോടോ അല്ലെങ്കിൽ ജാതിയോടോ ഒന്നും കൂറ് കാണിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ പെട്ടെന്ന് ചാഞ്ചാടാൻ കഴിയുന്ന ഒരു മനസ്സ് ചേർത്തലയ്ക്കില്ല, ചേർത്തലയിലെ മനുഷ്യർക്കില്ല എന്നതുകൊണ്ട് കൂടിയാകാം അതെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഒരു നല്ല മത്സരത്തിനാണ് അവിടെയും അരങ്ങൊരുങ്ങുന്നത് എന്ന് വേണം വിലയിരുത്താൻ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചതുപോലെ ഈഴവ സമുദായത്തിനുള്ളൊരു പ്രാതിനിധ്യമുണ്ടല്ലോ, പക്ഷെ അത് വോട്ടിൽ ഒരിക്കലും പ്രതിഫലിച്ചതായി കണ്ടിട്ടില്ല. ആ നിലയ്ക്കാണ് ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ തീർത്ത ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തീർക്കാൻ ശ്രമിച്ച ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് അവിടെ പ്രതിഫലിക്കും, ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? അല്ല, എൻ്റെ ഒരു വിലയിരുത്തലിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ലാത്ത ഒരു ബഹുജന നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം ഈഴവരുടെ നേതാവാണ്. അദ്ദേഹം മറ്റു പല മുദ്രാവാക്യങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം ഈഴവരുടെ SNDPയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലുകൾ എപ്പോഴും പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ പരിമിതമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇവിടെ VM സുധീരനെ എതിർക്കുന്നു, സുധീരൻ ജയിക്കുന്നു. എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ എറണാകുളത്ത് അദ്ദേഹം വന്ന് എനിക്കെതിരെ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ നമ്മൾ മാറ്റി നിർത്താം. ചേർത്തല എന്നതയുടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അത് ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ, അതും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ ഞാൻ പരാമർശിച്ചു, പൊടിപാറയും ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മണ്ഡലം, അത് രാഷ്ട്രീയമായ സംശുദ്ധി ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട്. അവിടെ നിൽക്കുന്ന ഇടയുള്ള സ്ഥാനാർത്ഥിയോ അത് പ്രസാദാണ്. പ്രസാദിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളൊക്കെ പൊടിപാറ പറഞ്ഞു കഴിഞ്ഞു. ഒരു നല്ല മനുഷ്യൻ, അതൊരു ചെറിയ കാര്യമല്ല. ഒരു നല്ല മനുഷ്യൻ ആകുക എന്ന് പറയുന്നത് യാതൊരു വിവാദവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ആ വകുപ്പ് അദ്ദേഹം നന്നായി കൊണ്ടു നടക്കുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി
ആരോടും ഹൃദയം തുറന്ന് സംസാരിക്കുന്നതിനുള്ള ആ അടുപ്പം, അതൊക്കെ വലിയ ഒരു അടിത്തറയായി, രാഷ്ട്രീയ അടിത്തറയായി മാറും. ചേർത്തല പ്രസാദിലൂടെ ഇടതുപക്ഷം നിലനിർത്തും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ ജോർജ്, 2016-ലും 2021-ലുമൊക്കെ അവിടെ UDF എസ് ശരത്തായിരുന്നു അവിടെ നിന്നിരുന്ന കാൻഡിഡേറ്റ്. അദ്ദേഹം എന്താണെങ്കിലും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ ശ്രമിച്ചു. എന്നാണെങ്കിലും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാതെ അതിനെ പിടിച്ചു നിർത്താൻ ഒരു പരിധി വരെ ശരത്തിന് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും 2026-ൽ അതേ കാൻഡിഡേറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ വരും? അത് ഒരു അസംഷൻ മാത്രമാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ പി പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം അവിടെ നിൽക്കുമ്പോൾ തന്നെ UDF മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവിടെ കഴിയുമോ ചേർത്തലയിൽ? അതായത് 2021-ൽ നിന്ന് 2026-ലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ LDF കുറേ കൂടി മെച്ചപ്പെട്ട ഫലം കിട്ടേണ്ടതാണ്. പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലുടനീളം നമ്മൾ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഇക്കുറി പി പ്രസാദിൻ്റെ ആ വ്യക്തിശുദ്ധി, അദ്ദേഹത്തിൻ്റെ ലാളിത്യം പതിവ് പോലെ വോട്ടർമാർക്ക് സ്വീകാര്യമാണെങ്കിലും ചില സമയത്ത് ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. ചില സമയത്ത് രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടി കൂടും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഒരു വലിയ ഘടകമായി മാറുകയും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ കണ്ട് വ്യക്തിത്വത്തിനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനുമൊക്കെ അത്ര വലിയ മാർക്ക് കിട്ടാതെ പ്രസാദ് ഒരു തവണ ജയിച്ചതല്ലേ. ഇക്കുറി രാഷ്ട്രീയമായി മാത്രം വോട്ട് ചെയ്യുന്ന ഈ ഭരണം അല്ലെങ്കിൽ ഈ സർക്കാർ മാറണം, UDF വരണം എന്നൊരാഗ്രഹം പൊതുവിൽ കേരളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ തീർച്ചയായിട്ടും ചേർത്തലയിലും പ്രകടമാകും. ബാലികേറ മലയൊന്നുമല്ല ചേർത്തല എന്ന് ചേർത്തലയുടെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരത്താണോ മത്സരിക്കുക, അതോ ശരത്തിന് 2 തവണ മത്സരിച്ചിട്ടും ജയിക്കാത്തൊരു സാഹചര്യത്തിൽ ശരത്തിനൊരു 3-ാം ഊഴം കൊടുക്കുന്നതിന് പകരം ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് ശക്തമായൊരു മത്സരത്തിന് എന്താ പറയുക കോപ്പ് കൂട്ടാനാണ് UDF ഒരുങ്ങുന്നതെങ്കിൽ NDAക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ വോട്ടിംഗ് കൃത്യമായി നടന്നാൽ നല്ല കടുത്ത മത്സരത്തിന് സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ശ്രീ പ്രസാദിന് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആലപ്പുഴ അധികം UDF തരംഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയ തരംഗം വീശാത്ത, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തരംഗമേശാത്ത ഒരു സ്ഥലം തന്നെയാണ് ചേർത്തല. അതുകൊണ്ട് തന്നെ അവിടെ പ്രസാദിനെ പോലുള്ള ഒരു വളരെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധ്യത കൂടുതലുണ്ട്, ഒരു എഡ്ജുണ്ട് അല്ലെങ്കിൽ ഒരു പ്ലസ് ഉണ്ട് എന്ന് പറയാൻ കാര്യമായി ചിന്തിക്കേണ്ടതില്ല, മടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പോൾ ചേർത്തലക്കാർ ഇത്തവണ ആ നല്ല മനുഷ്യന് വോട്ട് ചെയ്യുമോ എന്നുള്ളതും മാത്രമല്ല അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കലർത്തിയാണോ ഇനി ആ വോട്ടുകൾ പോവുക എന്നുള്ളതുമാണ് നമുക്കറിയേണ്ട ആകാംക്ഷ. നമുക്കിനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് അരൂർ മണ്ഡലമാണ്. ആലപ്പുഴ ജില്ലയിലെ ഇടത് കോട്ടകളിൽ ഒന്നാണ് അരൂർ. 2 തവണ ഒഴിച്ചാൽ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതിനൊപ്പം നിന്ന മണ്ഡലമാണ്. KR ഗൗരിയമ്മ എന്ന രാഷ്ട്രീയ അധികാരിയുടെ തട്ടകമാണ്. 1957 മുതൽ നിലവിലുള്ള മണ്ഡലമാണ്. 2021 കണക്ക് പരിശോധിക്കുമ്പോൾ നോക്കാം, 2021 ദലീമ ജോജോ CPM-ന്റെ MLA ആയി വിജയിച്ചു വന്ന ദലീമയ്ക്ക് അവിടെ ലഭിച്ചത് 75,617 വോട്ടുകളാണ്. 46.2% വോട്ടുകൾ. ഷാനിമോൾ ഉസ്മാൻ അവിടെ 2-ാം സ്ഥാനത്ത് വരുമ്പോൾ 68,604 വോട്ടുകളാണ് ലഭിച്ചത്. 41.9% അനിയപ്പനാണ് അവിടെ 3-ാം സ്ഥാനത്ത് വരുന്നത്. BDJസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 17,479 വോട്ടുകൾ എന്നുള്ളതായിരുന്നു. 10.7% അവിടെ BDJസിന് ലഭിച്ചത്. ഭൂരിപക്ഷം വരുമ്പോൾ 7,013 ലഭിച്ചത്. ഇനി ലോക്സഭയിലേക്ക് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ KC വേണുഗോപാലിന് ലഭിച്ചത് 60,978 വോട്ടുകളാണ്. 40.46% AM ആരിഫിന് ലഭിച്ചത് 49,962, 33.15%. ശോഭാ സുരേന്ദ്രൻ അവിടെ ലഭിച്ചത് 24.9%, അതായത് 37,491 വോട്ടുകളായിരുന്നു. ലീഡ് ലഭിച്ചത് 11,016 വോട്ടുകളുടേതായിരുന്നു. ഇനി
തദ്ദേശ സ്ഥാപനങ്ങളിലെ ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ 2025 10 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് അരൂർ മണ്ഡലം. ഈ 10 ഗ്രാമപഞ്ചായത്തുകളിൽ LDF-ന് 7, UDF-ന് 2, NDA-ക്ക് 1 എന്നുള്ളതാണ് ആ കണക്ക്. അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ അരൂക്കുറ്റി, കോടംതുരുത്ത, കുത്തിയത്തോട്, പാണാവള്ളി, പെരുമ്പളം, തൈക്കാട്ടുശ്ശേരി, തുറവൂർ എന്നീ പഞ്ചായത്തുകൾ LDF-നൊപ്പവും അരൂർ, എഴുപുന്ന എന്നീ 2 പഞ്ചായത്തുകൾ UDF-നൊപ്പവുമാണ്. ചേന്നം, പള്ളിപ്പുറം NDA-ക്കൊപ്പവുമാണ് എന്നുള്ളതാണ് ഒരു കണക്കായി വരുന്നത്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് UDF-ൽ നിന്ന് LDF 3 പഞ്ചായത്തുകൾ പിടിച്ചു, LDF-ൽ നിന്ന് UDF 2 പഞ്ചായത്തുകളും പിടിച്ചിട്ടുണ്ട്. ഇനി LDF-ൽ നിന്ന് 1 പഞ്ചായത്ത് NDA പിടിച്ചു. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഈ കണക്ക് എന്ന് പറയുന്നത്. ഈ ദലീമ ജോജോ ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരിക്കുന്ന സാഹചര്യമാണ്. പകരം തോമസ് ഐസക് അവിടെ മത്സരിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ എങ്ങനെയാണ് ഈ ഒരു കടുത്ത മത്സരം തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? അതായത് ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ മത്സരരംഗത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണയും ഏതാണെങ്കിലും നല്ല രീതിയിലുള്ള മത്സരം തന്നെ കാഴ്ചവെച്ച മണ്ഡലമാണ് അരൂർ. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അല്ല, UDF-നോട് പ്രത്യക്ഷത്തിൽ ആഭിമുഖ്യമുള്ള ജില്ലയാണ് എൻ്റെ ജില്ലയായ എറണാകുളം. എറണാകുളം ജില്ലയോട് തൊട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് അരൂർ. ചേർത്തല മണ്ഡലത്തിൻ്റെ അരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആ പഞ്ചായത്ത്. അരൂർ എന്നത് ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോഴും ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങൾ അവിടെ ഒരു ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു വലതുപക്ഷ അല്ലെങ്കിൽ UDF ആഭിമുഖ്യമുണ്ട് എന്ന കാര്യവും നമ്മൾ കണക്കാക്കേണ്ടതാണ്. അവിടെ ഗൗരിയമ്മ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ വല്ലാതെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ആണ് വിജയം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ദലീമ എന്ന ഗായിക പാട്ടും പാടി ജയിച്ചു എന്ന് പറഞ്ഞതും അവിടെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദലീമയായിരിക്കില്ല സ്ഥാനാർത്ഥി, തോമസ് ഐസക് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് കേൾക്കുമ്പോൾ അത് ഒരു ബിഗ് ഫൈറ്റ്, ഒരു വലിയ മത്സരം, അതിനുള്ള അതിൻ്റെ ഒരു കളം അവിടെ ഒരുങ്ങുകയാണ്. തോമസ് ഐസക് അവിടെ മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ അരൂർ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയമായ സ്വഭാവം എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ പശ്ചാത്തലം നോക്കുമ്പോൾ, ഇതിനു മുൻപുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആരാണെങ്കിലും അവിടെ വളരെ ജാഗ്രതയോടെ കരുക്കൾ നീക്കേണ്ടി വരും, ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടി വരും, നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടിയും വരും. അങ്ങനെയായാൽ ഇടതുപക്ഷത്തിന് ആ മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാധ്യത എൻ്റെ നോട്ടത്തിൽ കുറവാണ്. പക്ഷേ അരൂർ ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. തോമസ് ഐസക് അവിടേക്ക് വരുമ്പോൾ അപ്പുറത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നിപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആളുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആയിട്ട് തെരഞ്ഞെടുപ്പ് അരൂരിൽ മാറുമോ എന്നറിയില്ല. പക്ഷേ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അരൂർ എന്നത് ഇടതുപക്ഷത്തിന് അല്പം അധ്വാനിച്ചിട്ടാണെങ്കിൽ പോലും നിലനിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണിനെ എന്തൊക്കെ ഘടകങ്ങൾ സ്വാധീനിക്കും? അതായത് ഈഴവ വോട്ടുകളുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകുന്നുണ്ട്, മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം, മാത്രമല്ല ലാറ്റിൻ സഭ അടക്കമുള്ള സഭകളുടെ ഒരു ഏകീകരണം, അങ്ങനെ എല്ലാം കൂടിച്ചേർന്നൊരു സ്വഭാവമുള്ളൊരു മണ്ഡലമാണല്ലോ ഈ അരൂർ. ഏതൊക്കെ ഘടകങ്ങൾ അവിടെ നിർണായകത്വം വഹിക്കും ഇത്തവണ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ അരൂരിന് അങ്ങനെ ഒരു സ്ഥായിയായ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദലീമ ജയിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു കയറിയ കാഴ്ച, ഇടതുപക്ഷ ഭരണം നിലനിൽക്കുമ്പോൾ തന്നെ ഷാനിമോൾ ഉസ്മാൻ കടുത്ത പോരാട്ടത്തിൽ ജയിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ തൊട്ടടുത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ദലീമയോട് തോൽക്കുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ മണ്ഡലത്തിന് അങ്ങനെ സ്ഥിരമായൊരു കൺസിസ്റ്റൻ്റ് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടോ, ക്യാരക്ടർ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അസാധ്യമായ ഒരു മണ്ഡലമല്ല UDF-ന്, പക്ഷേ ഒട്ടും അനായാസവുമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വളരെ നല്ല രാഷ്ട്രീയ പോരാട്ടം. ഇപ്പോൾ ദലീമ മാറിയിട്ട് തോമസ് ഐസക് വരുമ്പോൾ അതൊരു VIP മണ്ഡലമായി മാറുകയാണ്. തോമസ് ഐസക് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ബിഗ് ഷോട്ടാണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും അരൂർ നടക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഷാനിമോൾ ഉസ്മാൻ ഇനിയിപ്പോൾ അരൂരിൽ വന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയസാധ്യത കൽപ്പിച്ചിരുന്നതാണ്, പക്ഷേ അവർ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തോമസ് ഐസക്കിനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാനെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് തത്തുല്യമായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും.
അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഹെവി വെയിറ്റ് തന്നെ UDF അവിടെ ഇടാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ആ വോട്ടുകളൊന്നും ഒരു കാരണവശാലും BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശോഭയ്ക്ക് കഴിയുന്ന ഒരു മാജിക്ക് BJPയുടെ ഒരു സാധാരണ സ്ഥാനാർത്ഥി വന്ന് നിന്നാൽ കഴിയും, അത് കഴിയുന്ന കാര്യമല്ല. ശോഭ എവിടെ ചെന്ന് നിന്നാലും ഒരു എന്താ പറയുക, ഒരു 4-5-6% വോട്ടുകൾ എല്ലായിടത്തും കൂടുതൽ പിടിക്കുന്നൊരു കാഴ്ച നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതായാലും ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ കായംകുളത്തോ അതല്ലെന്നുണ്ടെങ്കിൽ പാലക്കാടോ ആണ് മത്സരിക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ച് കായംകുളമായിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും വലിയ വോട്ടുകളും ശതമാനമൊന്നും പിടിക്കാൻ NDAക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ യഥാർത്ഥ പോരാട്ടം UDFും LDFും തമ്മിലായിരിക്കും. ഒരുപക്ഷെ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യം LDFിന് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജായി മാറുമോ, അതോ ചിലപ്പോൾ നമുക്കറിയില്ല. കഴിഞ്ഞ തവണ ദലീമ നന്നായിട്ട് പാട്ടൊക്കെ പാടി അവരറിയപ്പെടുന്ന പിന്നണി ഗായികയാണ്. അവരുടെ പാട്ടൊക്കെ കേട്ട് പണ്ട് ആലത്തൂർ വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന പോലെ നമ്മുടെ രമ്യ ഹരിദാസൊക്കെ പാട്ടുപാടി ജനങ്ങളെ കീഴടക്കിയ പോലെ ഒരുപക്ഷെ തോമസ് ഐസക്കിൻ്റെ രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ ആളുകൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. തോമസ് ഐസക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അരൂരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പ്രധാനമാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ രാഷ്ട്രീയ ആ മനസ്സ് എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതും പ്രധാനമാണ്. ആ രണ്ട് ഘടകങ്ങളായിരിക്കാം അരൂരിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നിർണായകമാകുക. സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം, ഒപ്പം രാഷ്ട്രീയ മനസ്സ്, അത് വളരെ പ്രധാനമാണ്. ഒരു തരംഗം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടെങ്കിൽ ഏത് മണ്ഡലം വേണമെങ്കിലും അടിച്ചു പോകാം. അതില്ലെങ്കിൽ ഒരു നോർമൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റാണ് ഉള്ളതെങ്കിൽ ആഭിമുഖ്യമുള്ള LDFന് മേധാവിത്വമുള്ള സ്ഥലത്ത് അവർക്കും UDFന് അടിത്തറയുള്ളിടത്ത് അവർക്കും ജയിക്കാം. പക്ഷേ അത് അങ്ങനെയാണോ സംഭവിക്കുക, അതോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീശുന്ന ഒരു കാറ്റ്, ഒരു രാഷ്ട്രീയ കാറ്റ്, അതൊരു കൊടുങ്കാറ്റാകുമോ, അതോ ഒരു സാധാരണ ഒരു കാറ്റായി മാത്രമേ വീശുള്ളൂ എന്നുള്ളതനുസരിച്ചിരിക്കും പല മണ്ഡലങ്ങളുടെയും ജാതകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ സാമുദായിക സമവാക്യങ്ങളൊന്നും അരൂരിൽ അങ്ങനെ ഏച്ചില്ല എന്ന് തന്നെയാണോ താങ്കളുടെയും കണക്കുകൂട്ടൽ? അല്ല, സാമുദായിക സമവാക്യങ്ങൾ അരൂർ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ സ്വാധീനം ചെലുത്താതിരിക്കില്ല. അരൂർ എന്ന് പറയുമ്പോൾ പല സമുദായങ്ങൾക്ക്, വ്യത്യസ്തമായ സമുദായങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ പ്രാമുഖ്യമുള്ള ഒരു ഇടം തന്നെയാണ്. അത് നമുക്ക് പക്ഷെ അതിനേക്കാൾ ഉപരിയായി അരൂരിനൊരു രാഷ്ട്രീയ മനസ്സും രാഷ്ട്രീയ ബോധവുമുണ്ട്. നമ്മൾ എത്ര ഉറച്ച മണ്ഡലമാണ് എന്ന് പറഞ്ഞാലും VS അച്യുതാനന്ദൻ പരാജയപ്പെട്ട ഇടമാണ് ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തും സംഭവിക്കാം. ശ്രീ ജോർജ് പറഞ്ഞതുപോലെ ഒരു കൊടുങ്കാറ്റ് തരംഗമായി വീശുമ്പോൾ പല മരങ്ങളും കടപുഴകി വീണെന്നിരിക്കും. അതൊക്കെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് സാധാരണഗതിയിൽ അരൂർ മണ്ഡലം വിധി എഴുതുന്നൊരവസ്ഥയുണ്ടായാൽ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നോക്കാം ആലപ്പുഴ നിയോജക മണ്ഡലം. TV തോമസ്, PK വാസുദേവൻ നായർ, KC വേണുഗോപാൽ, TM തോമസ് ഐസക് എന്നിവരെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് ആലപ്പുഴ. കോൺഗ്രസ് നേതാക്കൾ ജയിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ ഇടതിന്റെ കോട്ടകളിൽ ഒന്നാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. 2024 കണക്കിലേക്ക് വരുമ്പോൾ 2024 PP ചിത്തരഞ്ജനാണ് അവിടെ നിന്ന് ജയിച്ചത്. CPMന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ അന്ന് ലഭിച്ചത് 73,412 വോട്ടുകളാണ്. 46.7% ഡോക്ടർ KS മനോജിന് അവിടെ ലഭിച്ചത് 61,768 വോട്ടുകളായിരുന്നു ലഭിച്ചത്. 39.3% വോട്ടുകൾ. ഇനി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് സന്ദീപ് വാചസ്പതിയായിരുന്നു. 21,650 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 13.8% അത്. ഭൂരിപക്ഷം 11,644 എന്നുള്ളതായിരുന്നു കണക്ക്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളുടെയും പ്രകടനം എങ്ങനെയായിരുന്നു നോക്കാം. KC വേണുഗോപാലിന് ലഭിച്ചത് 65,718 വോട്ടുകൾ. 43.36% KC വേണുഗോപാലിന് ലഭിച്ചത്. AM ആരിഫിന് ലഭിച്ചത് 47,300 വോട്ടുകൾ. 31.4%. ശോഭാ സുരേന്ദ്രന് അവിടെ ലഭിച്ചത് 23.61%. അതായത് 35,594 വോട്ടുകളായിരുന്നു ശോഭാ സുരേന്ദ്രന് ലഭിച്ചത്. ലീഡ് വന്നത് 12,418 വോട്ടുകളുടേതായിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ മുന്നണികളുടെ പ്രകടനം കൂടി വിലയിരുത്തി വരുമ്പോൾ
2025 ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ചില വാർഡുകളും ആര്യാട്, മണ്ണഞ്ചേരി, മാരാരിക്കുളം വടക്ക്, മാരാരിക്കുളം തെക്ക് എന്നീ ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് ആലപ്പുഴ മണ്ഡലം. അവിടെ വരുമ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റി UDFന് ഒപ്പമാണ് നിൽക്കുന്നത്. UDFന് അവിടെ 23, LDFന് 22, NDAക്ക് 5, മറ്റുള്ളവർക്ക് 3 എന്നുള്ളതാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കക്ഷിനില എന്നുള്ളത്. അവിടെ 2020 LDF ഭരണമായിരുന്നു. അന്നത്തെ കക്ഷിനില കൂടി പരിശോധിക്കുമ്പോൾ LDFന് അവിടെ 34, UDFന് 12, NDAക്ക് 3, PDPക്ക് 1, SDPIക്ക് 1, മറ്റുള്ളവർക്ക് 1 എന്നുള്ളതായിരുന്നു 2020 കണക്ക്. അവിടെ LDFനായിരുന്നു 2020, അത് 2025 ആയപ്പോഴേക്കും UDF മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മാജിക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകൾ 4 നിന്നത് LDFന് ഒപ്പം തന്നെയാണ്. UDFന് അവിടെ ഒന്നും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യമാണ്. അതേതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ആര്യാട്, മണ്ണഞ്ചേരി, മാരാരിക്കുളം വടക്ക്, മാരാരിക്കുളം തെക്ക് എന്നീ 4 ഗ്രാമപഞ്ചായത്തുകളും LDFനൊപ്പം നിൽക്കുകയാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി UDF പിടിച്ചെങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതാധിപത്യത്തിന് ഉലച്ചിൽ തട്ടിയിട്ടില്ലെന്ന് ഈ ഫലം സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോൾ സമഗ്രാധിപത്യം ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ അവിടെ UDF ഭരണം പിടിച്ചൊരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ ഒരു ഇടത് കോട്ടയിൽ വേണമെങ്കിൽ ഒരു ഇളക്കം നേരിയ തോതെങ്കിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കണക്കാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം ആലപ്പുഴ മണ്ഡലം ഇത്തവണ? അല്ല, നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ 4ാമത്തെ മണ്ഡലമാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 മണ്ഡലങ്ങളിലും അവിടെ അനായാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ഏറെക്കുറെ അനായാസമായി ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ കഴിയും, നില ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ചർച്ചയിൽ ഒരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചതും പൊതുവെ ഉണ്ടായ അഭിപ്രായം അത് തന്നെയാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു തലസ്ഥാന നഗരം എന്നുകൊണ്ട് വേണമെങ്കിൽ പറയാം. അവിടെ TB തോമസ് തുടങ്ങി ഇങ്ങോട്ടുള്ള മഹാരഥന്മാർ രാഷ്ട്രീയമായി അടിത്തറ പാകിയ മണ്ഡലമാണത്. മറ്റുള്ളവരും ജയിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല, ഇടയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ മണ്ഡലം ആയ ആലപ്പുഴയിൽ ഇനി വരുമ്പോൾ ചിത്തരഞ്ജൻ തന്നെയായിരിക്കാം ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത എന്ന് ചോദിച്ചാൽ മറ്റ് പലരെക്കുറിച്ചും പറഞ്ഞതുപോലെ അത്ര ഉറപ്പായി പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കുറേ കൂടി കാര്യങ്ങൾക്ക് അവിടെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, അതെല്ലാം അതേപടി നിൽക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചിത്തരഞ്ജൻ തന്നെ വീണ്ടും ജയിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. എതിരാളി ആരാണ്, അന്നത്തെ തിരഞ്ഞെടുപ്പ് ആ ദിവസങ്ങളിലെ രാഷ്ട്രീയമായ അവസ്ഥ എന്തായിരിക്കും, അങ്ങനെ പല ഘടകങ്ങളും ഇതേ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇളകാത്ത ഇടതുപക്ഷ കോട്ടയാണ് ആലപ്പുഴ എന്ന് പറയാൻ കഴിയില്ല. അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്, ഇടതുപക്ഷത്തിന് നന്നായി വേരോടിയിട്ടുള്ള മണ്ഡലമാണ്, ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സുവർണ അധ്യായങ്ങൾ രചിച്ച പട്ടണമാണ്. TB തോമസ് മുതലിങ്ങോട്ടുള്ള പേരുകൾ നമുക്ക് അഭിമാനത്തോടെ എടുത്തു പറയാനുണ്ട്. അതൊക്കെയാണെങ്കിലും ആലപ്പുഴ ഒരു രാഷ്ട്രീയമായി വേണമെങ്കിൽ ഒരു മാറ്റത്തിന് തയ്യാറാവാത്ത ഒരു മണ്ഡലം കൂടിയാണ്. ആ സാധ്യത കൂടി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് കണക്കിലെടുക്കേണ്ടി വരും. ശ്രീ ജോർജ് പൊടിപാറ, ഇവിടെ UDFന് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഒരു അട്ടിമറി സാധ്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ വലിയ മാറ്റങ്ങളോടൊപ്പം ഒന്നും ആലപ്പുഴ നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ ഇതുവരെ വന്ന അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ വലിയ ഇടതുകോട്ടയായ കൊല്ലമൊക്കെ വലിയ രീതിയിൽ ഇളകിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയ്ക്ക് അത്രത്തോളം ഒരു ഇളക്കമൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള കണക്കുകളാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നത്. പക്ഷേ ഈ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അട്ടിമറി സാധ്യത ഏത് നിലയ്ക്ക് വരാം, അവിടെ അടിയൊഴുക്കുകൾ ഏതൊക്കെ തരത്തിൽ നടന്നേക്കാം എന്നുള്ളതാണ് താങ്കളുടെ സംശയം? നമ്മുടെ ചിത്രം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജൻ JS മനോജനെ തോൽപ്പിച്ചൊരു മാർജിൻ നോക്കുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന് കിട്ടിയ ഒരു മാർജിനും നോക്കുക. അന്നത്തെ ചിത്തരഞ്ജന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം KC വേണുഗോപാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നൊരു കാര്യം, അതായത് അവിടുത്തെ ആളുകൾക്ക് ആ രാഷ്ട്രീയ പശ്ചാത്തലവും കമ്മ്യൂണിസ്റ്റ് മനസ്സും പാരമ്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും
വേണമെങ്കിൽ അവർക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ മടിയില്ല. അതാണല്ലോ അത് വായിച്ചെടുക്കാവുന്ന കാര്യം. അതായത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തങ്ങൾ എക്കാലവും കുത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ആ ചുവപ്പ് പ്രതലത്തിലേ വോട്ട് ചെയ്യൂ എന്ന പിടിവാശിയൊന്നും ഇല്ലാത്തൊരു ജനതയാണ് ആലപ്പുഴ മണ്ഡലത്തിലേത് എന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, ചിത്തരഞ്ജൻ ജയിച്ചതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും KC വേണുഗോപാലിന് അതേ മണ്ഡലത്തിൽ നിന്ന് ആലപ്പുഴയുടെ പരിധിയിൽ നിന്ന് കിട്ടുന്നു എന്ന് വന്നാൽ അതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അവിടെ 23% വോട്ട് ആലപ്പുഴ പോലുള്ള ഇത്രയും ചുവന്ന മണ്ണിൽ NDAക്ക് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുക 23.81%. അമ്പരപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്, ആലപ്പുഴയുടെ മണ്ണിൽ ഇത്രത്തോളം കാവി വരിക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവം തന്നെയാണ്. ഒരു മണ്ഡലവും നമുക്ക് അങ്ങനെ എഴുതി ഉറപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ. ആളുകൾ പഴയതുപോലെ ഞങ്ങൾ ഇന്നടത്തെ കുത്തു, എന്തു വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ മാറ്റമില്ല, ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ന് തീരുമാനിച്ചിരുന്നൊരു കാലം ഇങ്ങനെ തിരിച്ചു വരാത്ത വണ്ണം പോയോ എന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു സംശയം, ഇത്തരമൊരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കുമ്പോൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അത്രത്തോളം അങ്ങ് ഏശി കാണുന്നില്ലല്ലോ. NDAയുടെ ഒരു പ്രാതിനിധ്യം അവിടെ അത് ശരിയാണ്. അതാണ് ശോഭാ സുരേന്ദ്രനായിട്ടുള്ള വ്യത്യാസം. മറ്റ് സാധാരണ NDA സ്ഥാനാർത്ഥികളും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ ട്രംപ് കാർഡും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അവിടെ വേറൊരു കാര്യം നോക്കണം. അതായത് ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സ് മാറുന്നൊരു സ്ഥലമല്ല. TV തോമസും PK വാസുദേവൻ നായരും അടക്കമുള്ള മഹാരഥന്മാർ ജയിച്ചു കയറിയ മണ്ഡലമാണ്. അവിടെ KC വേണുഗോപാലും മുമ്പ് ജയിച്ചിട്ടുണ്ട്. സുധീരൻ ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചിട്ട് പോലും സുധീരൻ അവിടെ നിന്ന് ജയിച്ചു കയറിയ മണ്ഡലമാണ്. ഞാനിതിനകത്ത് റീഡ് ചെയ്യുന്നൊരു കാര്യം, ഈ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ സാധാരണ മറ്റു മണ്ഡലങ്ങളിലൊക്കെ 10 പഞ്ചായത്തുകൾ വരുന്ന സ്ഥാനത്ത് ഈ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ മെജോറിറ്റി സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ നഗരസഭയാണ്. ആലപ്പുഴ നഗരസഭയിൽ കഴിഞ്ഞ തവണ LDFന് 33 സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ അത് 22 ചുരുങ്ങി. UDF ആകട്ടെ 12 നിന്ന് 23 ഉയർത്തി. അപ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മളുടെ അനാലിസിസിൽ വളരെ പ്രധാനമായി വരുന്നൊരു ഘടകമാണത്. അവിടെ രാഷ്ട്രീയ വളർച്ച 4 പഞ്ചായത്തുകളേ ഉള്ളൂ. ബാക്കി മെജോറിറ്റി ഏരിയ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ആ മുനിസിപ്പൽ ഏരിയയിൽ UDF വമ്പൻ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ UDFന് ജയസ് മനോജ് ഡോക്ടർ ജയസ് മനോജ് മുമ്പ് സുധീരനെ അട്ടിമറിച്ച് ചരിത്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജയൻറ്റ് കില്ലർ പരിവേഷമൊക്കെ പഴയ പോലെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇക്കുറി ജയസ് മനോജിൻ്റെ സ്ഥാനത്ത് UDF ഒരു പക്ഷേ കുറച്ചുകൂടി കരുത്തനായ, കുറച്ചുകൂടി രാഷ്ട്രീയ എന്താ പറയുക, ആ ഒരു സ്റ്റേച്ചറുള്ള ഒരാളെ ആലപ്പുഴയിൽ ഫീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിൻ്റെ മണം അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആലപ്പുഴയിലും അതിഗംഭീരമായ, നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ മുമ്പ് മറ്റേ 3 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞ അത്രയും ഉറപ്പ് അദ്ദേഹത്തിന് ആലപ്പുഴയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പോലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും അത്? അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയം റീഡ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം, ആലപ്പുഴ ജില്ലയിൽ 2 കാര്യങ്ങളുണ്ട്. CPI-CPM ബന്ധം ഊഷ്മളമല്ല. 2, CPMൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അവിടെ നേതാക്കൾ തമ്മിൽ പൊരുത്തമില്ല. സുധാകരനെ പോലുള്ള ആളുകൾ അവിടെ കലാപക്കൊടി ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അന്തഛിദ്രങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന അലട്ടുന്ന ഒരവസ്ഥ ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ CPMനുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി ആ ഒരു ഘടകങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഒരു അട്ടിമറിയുടെ ചെറിയ മണമൊക്കെ ആലപ്പുഴയിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമില്ലെന്ന് എനിക്കറിയില്ല. ചിത്തരഞ്ജൻ അഭ്യാസിയായ അടവുകളെല്ലാം അറിയുന്ന ഒരു പോരാളിയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം രാഷ്ട്രീയം അങ്ങനെ അടവുകൾ കൊണ്ട് മാത്രം നടക്കൂ എന്നെനിക്കറിയില്ല. ചിത്തരഞ്ജൻ നല്ല മെയ്വഴക്കമുള്ള പോരാളി തന്നെയാണ്. അതിന് തക്ക പോലെ മെയ്വഴക്കമുള്ളൊരു പോരാളി ഇപ്പുറത്ത് വന്നാൽ ആലപ്പുഴയിലും തീപാറും. ആലപ്പുഴ പുന്നമടക്കായലിലെ വള്ളംകളി പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ ആലപ്പുഴ ഉണ്ടാവും. ഒരുപക്ഷെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു സാഗര ഗർജനത്തിനും കാതോർക്കുന്ന സ്ഥലമാണല്ലോ ആലപ്പുഴ. അപ്പോൾ അവിടെ സാഗര ഗർജനമാണോ, ആലപ്പുഴയിൽ
ആലപ്പുഴയിലെ പുന്നമടക്കായലിലെ കുഞ്ഞോളങ്ങളാണോ നമുക്ക് കേൾക്കാൻ കഴിയുക എന്നത് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജോർജ് വടിവാർ, ഒപ്പം ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമ്മളോടൊപ്പം ഈ ആലപ്പുഴയുടെ ഈ ആദ്യ ദിവസത്തെ യാത്രയിൽ ചേർന്നതിന്. നാളെ നമുക്ക് ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ CPM പ്രശ്നങ്ങൾ, CPMലുള്ള വിഭാഗീയത അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അടുത്ത മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതാണെങ്കിലും ഇളകാത്ത കോട്ടകളൊന്നും ആയിരിക്കില്ല. വേണമെങ്കിൽ ഇടകാം, അട്ടിമറി വേണമെങ്കിൽ സാധ്യമാക്കാം എന്നുള്ള തരത്തിൽ തന്നെ കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ പോലും ആലപ്പുഴ വലിയ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമുക്ക് മറ്റ് മണ്ഡലങ്ങൾ നാളെ പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് വ്യക്തമായി തന്നെ പരിശോധിക്കാം.